വചനം മധുമാരിയായി പൊഴിയുന്ന നിമിഷം, ദൈവത്തിൻ വചനം വിരുന്നാകും നിമിഷം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയും കൂടെയാണ് എന്നുള്ള വചനത്തിൽ പറയുന്ന ഭാഗങ്ങൾ ഇന്ന് നമുക്ക് വായിച്ച് ധ്യാനിക്കാം. പരിശുദ്ധ തൃത്വത്തിലെ പിതാവും പുത്രനും ആയിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവവുമാണ്, ഒരു വ്യക്തിയുമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ 8:29 ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നു, മുൻപേ പോകുന്ന രഥത്തോട് ചേർന്ന് നടക്കുക, രഥത്തിൽ ഇരുന്ന് യെശയ്യാ നബിയുടെ ഗ്രന്ഥം വായിക്കുന്ന എത്യോപ്യക്കാരന് അത് വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 10:19 ആത്മാവ് പത്രോസിനോട് കൊർന്നേലിയോസിൻ്റെ അടുത്ത് പോകാനും അവന് വചനം വിശദീകരിച്ചു കൊടുക്കാനും നിർദ്ദേശിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:14 ആത്മാവ് സ്വയമായി ഒന്നും പറയുന്നില്ല, അവൻ കേൾക്കുന്നത് പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8:26 ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കും എന്നും എഴുതിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു. സഹായകനായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവിനെ ഒരു സുഹൃത്തായി കാണുന്നവരുമുണ്ട്. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന നാമത്തിൽ ഒരു പുസ്തകം തന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി രചിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായം അഭ്യർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യാനായിട്ട് ഈ വചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.